അപ്പോൾ ഇതാരാണ് ചെയ്യുക? ശ്രീചേട്ടൻ സ്വയം ഇത് ചെയ്യില്ല. 110% ഞങ്ങൾക്ക് ഉറപ്പാണ് ശ്രീചേട്ടൻ ഇത് ചെയ്യില്ല. കാരണം ചെയ്യേണ്ട ഒരു സാഹചര്യമോ എന്തെങ്കിലും ഒരു തരത്തിലെ പ്രൊഫഷണലോ പേഴ്സണലിയോ ഇങ്ങനൊരു ശ്രീചേട്ടൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത ഒരാൾക്കാരെ എന്ത് ചെയ്തിട്ട് പ്രകോപിപ്പിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയാൻ അറ്റ്ലീസ്റ്റ് ഈ ശിക്കാരിയുടെ ആൾക്കാർ ബാധ്യസ്ഥരാണ്. ഇതൊന്നില്ലെങ്കിൽ വേറെ ആരോ ചെയ്തതാണ്, അല്ലെങ്കിൽ ആരോ പ്രകോപിപ്പിച്ചതാണ്. അതെന്താണ് ഈ പ്രകോപനം? ഈ 2 ദിവസം കൊണ്ടുണ്ടാകും ഒരാൾക്ക് ഇത്രയും മാനസിക പീഡനം ഉണ്ടാകാനായിട്ട് എന്താ അത് ഉണ്ടായിട്ടുള്ളതായിട്ടുള്ളതാണ് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ, ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളല്ല. ശ്രീചേട്ടന് പ്രാഥമിക അംഗത്വം റദ്ദാക്കപ്പെട്ടു അത്രയാ അമ്മയുടെ. അതുകൊണ്ട് അമ്മയിൽ പ്രാഥമിക അംഗത്വം ഇല്ലാത്തൊരാൾക്ക് ഫുൾ ലൈൻ റോള് കൊടുക്കണ എന്തിനാണെന്ന് ചോദിച്ചിട്ട് അവിടെ സെറ്റിനകത്ത് പ്രശ്നം ഉണ്ടായിന്ന് ഒരു പ്രമുഖ വ്യക്തിയുമായിട്ട് സെറ്റിനകത്ത് പ്രശ്നം ഉണ്ടായെന്നും ഈ കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇനി സെറ്റിനകത്ത് എന്ന് പറയുന്നത് വെച്ചാൽ എനിക്കും ഈ ആൾക്കാരെ എല്ലാവരും അറിയാം ഒരുവിധം. അപ്പോൾ ഇതെവിടെ പിന്നെ ഇത് കഴിഞ്ഞിട്ടും ഇത്ര അധികം പരിചയമുള്ള ശ്രീചേട്ടൻ്റെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടും ഇവരാരും വന്നൊന്ന് വിളിക്കുക. ഈ സംഭവം സ്വന്തം സെറ്റിലുള്ള ഇവർ പറയുന്നത് ശ്രീചേട്ടന് 2 ദിവസം കഴിഞ്ഞിട്ട് വാ ചേട്ടാ എന്ന് പറഞ്ഞ് വിട്ടു എന്നാണ്. അങ്ങനെ ഒരു ചേട്ടാ വിടേണ്ട കാര്യമില്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്തോട്ടെ റൂം. അങ്ങനെയാണെങ്കിൽ വേണ്ട, റൂമിൽ വന്നില്ലെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി. ശ്രീചേട്ടൻ പറഞ്ഞു അത്രയും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങാനൊന്നും പോലും 40 ദിവസത്തേക്ക് എന്നിട്ടുള്ളതാണ് സിനിമ എടുത്ത് റോളുണ്ടോ റോളില്ലേ എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും 40 ദിവസം ഞാൻ സെറ്റിൽ വന്നിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശ്രീചേട്ടൻ ഇറങ്ങിയില്ലെങ്കിൽ ശ്രീചേട്ടൻ പെട്ടിയൊക്കെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ഡോർ അടച്ചിട്ട് അടുത്ത ആൾക്ക് കൊടുക്കാനായിട്ട് ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണ് അത്രേ ഈ പ്രൊഡക്ഷൻ കൺട്രോളറും ഇവരൊക്കെ റൂമിൽ നിന്ന് പോയത് രാവിലെ. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വെറുതെ പിള്ളേർ കളിക്കുന്ന സംഭവമല്ല, ഒരാൾ മരിച്ച സംഭവം ആദ്യമായിട്ട് വീട്ടിൽ വിളിച്ചു പറയാനുള്ളൊരു കടമയുണ്ടാവും ഒരാൾ. എന്നാൽ ശ്രീനാഥ് ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ, ഇത്രയും അറിയാവുന്ന ഒരാൾ ശ്രീചേട്ടൻ്റെ വൈഫിനെ വിളിച്ചിട്ട് ചേച്ചി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ആകെ ഷോക്കിലാണ് എന്നുള്ളതിന് വരും ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ശ്രീചേട്ടൻ മരിച്ച വിവരം തന്നെ TV മീഡിയയോട് ഞങ്ങൾക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം വെച്ചാൽ അവരാണ് ആദ്യം ഈ സംഭവം പുറത്തു വിട്ടിരിക്കുന്നത്. പിന്നെ ഈ വിവരം അറിഞ്ഞ ഉടനെ സിനിമയിലെ പ്രശസ്തനായ ആദ്യം പറയണത് ശ്രീനാഥ് മരിച്ചത് സിനിമാ ബന്ധമായ കാരണം കൊണ്ടല്ല എന്നാണ്. അതെന്തിനാ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പ് എറിയണ പോലെ അല്ലെന്ന് അവർ തീരുമാനിക്കാൻ അവരാരാണ്? വേറെന്താണ് പേഴ്സണലായിട്ട് നമുക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ? പിന്നെ കേൾക്കുന്നത് അവന് വരവിനേക്കാളേറെ ചിലവായിരുന്നു എന്നൊക്കെ പറയാം. ഇതൊക്കെയാണോ പറയേണ്ട കാര്യം? ഇതൊക്കെയാണോ അതിൻ്റെ സംഭവം? ഈ സംഭവം അവരാണോ വളവ് ചിലവ് കണക്ക് എഴുതിയിരുന്നത്? അതൊന്നും അല്ലല്ലോ. പക്ഷേ ഈ കാര്യം എന്താണ്, അവനെന്താ പറ്റിയത്, ശ്രീനാഥന് എന്ത് പറ്റി, അല്ലെങ്കിൽ ശ്രീനാഥൻ ഇങ്ങനെ സംഭവിച്ചോ അയ്യോ എന്ന് പറയുന്നതിന് പകരം എങ്ങനെയെങ്കിലും ഇത് എന്നിട്ട് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാണ്, പലരും വിളിച്ചിട്ട് ഇത് വെച്ചാൽ ഇനിയിപ്പോൾ അത് പോട്ടെയല്ലേ, പോയത് പോയില്ലേ, ആർക്ക് പോയത് പോയില്ലെന്ന്. അതുകൊണ്ട് ഇനി എന്തിനാ നിങ്ങളത് വിട്ടുകളയൂ. നിങ്ങൾ കണ്ടില്ല, ഒരു ഫാമിലി സ്കാറ്റേഡാണ്, ഇവിടെ ഷാറ്റേഡാണ്, ഒരു കാരണവുമില്ല. ശ്രീചേട്ടന് സ്വഭാവം ഉണ്ടായിരുന്നു, ഈ വലിയ പ്രതീക്ഷയായിരുന്നു ശ്രീചേട്ടൻ ഈ സിനിമ. കാരണം എന്താ വെച്ചാൽ കുറേ കാലമായിട്ട് ഈ സീരിയൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്നെയും വിളിച്ച് പറഞ്ഞു, ഞാൻ ബോംബെയിലാണ്, അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞുകൂടാ ഞാനിങ്ങനൊരു ബ്രേക്കാണ്, എനിക്ക് രണ്ടാം വരവാണ് നമ്മുടെ വളരെ 100 ലെങ്ത് റോളാണ്. അപ്പോൾ ഞാനോട് വ്യക്തമായിട്ട് ചോദിച്ചത് അങ്ങനത്തെ തന്നെയാണ്, ഇപ്പോൾ അങ്ങനത്തെ തന്നെയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സ്ലിം ആവുകയാണ്. ശ്രീചേട്ടൻ ഭയങ്കര തടിയായിരുന്നല്ലോ, അപ്പോൾ സ്ലിം ആവുകയാണ്. പിന്നെ ഇത് പോണതിന് മുമ്പ് ഗുരുവായൂർ പോയിട്ട് തുലാഭാരം കഴിച്ച് അവിടെ കൃഷ്ണനാട്ടം നടത്തി. അന്നൊക്കെ എന്നെ വിളിച്ചിരുന്നു, ഞാൻ പോവുകയാണ്.